കാർഡിനെയും യെല്ലോ കാർഡിനെയും കൂടാതെ ഫുട്ബോളിൽ പുതിയൊരു കാർഡ് കൂടി വരുന്നു, ബ്ലൂ കാർഡ്. നീലക്കാർഡ് കിട്ടുന്നവർ 10 മിനിറ്റ് പുറത്തിരിക്കണം. ആർക്കെതിരെയാണ് നീലക്കാർഡ് കാണിക്കുക? എത്രത്തോളം നിർണായകമാകും ബ്ലൂ കാർഡുകൾ? അനാവശ്യ ഫൗളുകൾ കാണിക്കുന്നതോ മാച്ച് ഒഫീഷ്യൽസിനോട് അപമര്യാദയായി പെരുമാറുകയോ ചെയ്യുന്ന കളിക്കാർക്കെതിരെയാണ് നീലക്കാർഡ് ഉയർത്തുക. സിൻബിൻ വ്യവസ്ഥ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒരു കളിക്കാരന് 2 ബ്ലൂ കാർഡ് കിട്ടിയാലും ഒരു ബ്ലൂവും ഒരു യെല്ലോ കിട്ടിയാലും റെഡിന് തുല്യം. ഫലത്തിൽ ചുവപ്പ് കണ്ടാൽ സംഭവിക്കുന്ന പോലെ കളിക്കാരൻ കളിയിൽ നിന്ന് തന്നെ പുറത്താകും. അടുത്ത മത്സരവും നഷ്ടമാകും. ഇപ്പോൾ ഐസ് ഹോക്കിയിലും റഗ്ബിയിലും നീലക്കാർഡ് സമ്പ്രദായമുണ്ട്. 50 വർഷത്തിനിടയിൽ ആദ്യമായാണ് ഫുട്ബോളിൽ പുതിയ കാർഡ് വരുന്നത്. 1970കളിലാണ് മഞ്ഞ ചുവപ്പ് കാർഡുകൾ കൊണ്ടുവന്നത്. ഇംഗ്ലണ്ടിലെ പ്രാദേശിക മത്സരങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ബ്ലൂ കാർഡിനെതിരെ എതിരഭിപ്രായങ്ങളും ഏറെയാണ്. ഫിഫയും നീലക്കാർഡിന് ഇതുവരെ പച്ചക്കൊടി കാട്ടിയില്ല. മുൻനിര മത്സരങ്ങളിൽ ആദ്യമായി FA കപ്പിൽ ബ്ലൂ കാർഡ് പരീക്ഷിക്കുമെന്നാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് നൽകുന്ന സൂചന. കളി നിയമങ്ങളും മറ്റും തീരുമാനിക്കുന്ന സമിതിയാണ് IFAB. അന്തിമ തീരുമാനം മാർച്ചിലെ IFABയുടെ വാർഷിക ജനറൽ ബോഡിയിൽ ഉണ്ടാകും. കളിക്കാരന്റെയും കളിയുടെയും തലവിധി തീരുമാനിക്കാൻ നീലക്കാർഡ് എത്തുമോ? എതിർപ്പുകളെ മറികടന്ന് ബ്ലൂവിന് ഗ്രീൻ സിഗ്നൽ കിട്ടുമോ? കളിപ്രേമികളും ആകാംക്ഷയിലാണ്.